ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? ഇതാണ് പോത്തൻകോട് മംഗലാപുരം റോഡിൻ്റെ അവസ്ഥ. നമുക്ക് തോന്നും ഇത് ആറാണെന്ന് തോന്നും, പക്ഷെ ആറല്ല, റോഡ് തന്നെയാണ്. വളരെ ദയനീയ അവസ്ഥയിലാണ്. മംഗലാപുരം മുതൽ എവിടെയെങ്കിലും കുഴിയുണ്ടെങ്കിൽ ടൂ വീലറിലൊക്കെ വരുന്ന ആൾക്കാർ മറിഞ്ഞു വീഴുന്ന ആക്സിഡൻ്റൊക്കെ പറ്റാനുള്ള ഒരുപാട്. ഇതിന് ഒരാഴ്ച മുമ്പ് ഇവിടെ ആക്സിഡൻറ്റ് പറ്റി. അറിയില്ലല്ലോ, വെളിയിൽ നിന്ന് വരുന്ന ടൂ വീലറുകാരനൊന്നും അറിയില്ല ഇവിടെ എങ്ങനെ കുഴിയുണ്ടോ എന്നൊന്നും അറിയില്ല. കുഴി ചെന്ന് വീഴും, ആൾ മറിഞ്ഞ് വീഴും. ഇതാണ് വാട്ടർ മെട്രോ. വെള്ളത്തിലൂടെയും വണ്ടി ഓടും. എന്താല്ലേ, വല്ലാത്ത ദയനീയാവസ്ഥ തന്നെ. റോഡ് ടാക്സ് ഇനത്തിൽ ഗവൺമെൻറ് വാങ്ങിക്കുന്നത് ഭയങ്കരമായ പൈസയൊക്കെയാണ് വാങ്ങിക്കുന്നത്. പക്ഷേ റോഡൊന്നും, എല്ലാ റോഡും ഇതുപോലെ തന്നെ റോഡുകളൊന്നും പണിതിട്ടില്ല. ഇവിടെ മുതൽ പോത്തൻകോട് ഒരു വല്ലാത്ത ബുദ്ധിമുട്ടിലാണ്. ഇന്നൊരു മഴ പെയ്തപ്പോൾ ഉള്ളതാണ് ഈ റോഡിൻ്റെ അവസ്ഥ ഇങ്ങനെ കാണുന്നത്. മഴ പെയ്തപ്പോഴും ആണ് ഇത്രയും വിഷയം വരുന്നത്. ഇത് ആണ്ടാ പോകുമ്പോഴത്തേക്ക് ഇതിന് അറിയാൻ പറ്റത്തില്ല എവിടെയാണ് കുഴിയുണ്ട്, കുഴിയാണ് ഒന്നും അറിയാൻ പറ്റില്ല. അപ്പോൾ ഈ കുഴിയിൽ വീഴുന്ന ഉടനെ വണ്ടി ടൂ വീലറൊക്കെ മറിയുമ്പോൾ ആക്സിഡൻ്റ് ഉണ്ടാവും. വീഡിയോ ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. അധികൃതർ കാണുകയാണെങ്കിൽ മാത്രം അതിനെന്തെങ്കിലും ഒരു ഉണ്ടാവും. ഇതൊക്കെ തന്നെ കണ്ടന്റ് എന്ന് പറയുന്നത്. ഒരു വീഡിയോ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കുക, അതൊക്കെ തന്നെയാണ് കണ്ടന്റ്. അല്ല വേറൊന്നുമില്ല. നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അതിനിപ്പോൾ ഇത് കാണുന്നവർ കളിയാക്കിയിട്ടോ അല്ലെങ്കിൽ ചിരിച്ചിട്ടോ ഒന്നും ഒരു കാര്യമല്ല. എൻ്റെ ഞാനിത് കൃത്യമായിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ വീഡിയോ ചെയ്തുകൊണ്ടേയിരിക്കും. അതെനിക്ക് വേറെ വിഷയമൊന്നുള്ള കാര്യമല്ല, ഞാൻ ചെയ്യും വീഡിയോ. ഒരുപാട് പേര്, അതെൻ്റെ സുഹൃത്തുക്കൾ തന്നെയാണ്, ഒരുപാട് പേര് കണ്ടിട്ട് കമൻറ്റ്സ് വളരെ രീതിയിൽ നമ്മൾ സബ്സ്ക്രൈബ് വന്നില്ലല്ലോ അല്ലെങ്കിൽ വ്യൂസ് വന്നില്ലല്ലോ എന്നും പറഞ്ഞിട്ടൊക്കെ ഭയങ്കര രീതിയിൽ കളിയാക്കാറുണ്ട്. അതെനിക്ക് വലിയ വിഷമം തോന്നാറൊന്നുമില്ല. എനിക്ക് വലിയ വിഷമം തോന്നുന്നുമില്ല. ഞാൻ ചെയ്യും, കൃത്യമായിട്ട് വീഡിയോ ചെയ്യും. ഇപ്പം തന്നെ 100 വീഡിയോയ്ക്ക് പുറത്ത് ഞാൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഈ റോഡിൻ്റെ അവസ്ഥ കാണുമ്പോൾ അറിയാം എത്രത്തോളം ദുരന്തമാണെന്നുള്ളത്. 5-6 വർഷമായി ഇങ്ങനെ തുടങ്ങിയിട്ട്. ഹായ് ഫ്രണ്ട്സ്, ഹായ് സുഹൃത്തുക്കളെ. അപ്പോൾ എല്ലാവർക്കും സുഖം തന്നെയല്ലോ? ഓക്കെ, ബൈ. അടുത്ത വീഡിയോ ആയി കാണുന്നത് വരെ എല്ലാവർക്കും നന്മകൾ നേരുന്നു. ബൈ.